ഹലോ ഗേസ്, അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിൽ എങ്ങനെ ഒരു TNT ക്യാനൺ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഡിസ്പെൻസർ വേണം, റെഡ് സ്റ്റോൺ ഡസ്റ്റ് വേണം, സ്റ്റോൺ ബട്ടൺ വേണം, TNT വേണം, വാട്ടർ ബക്കറ്റ് വേണം, ഒബ്സിഡിയം വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ആദ്യം നമ്മളൊരു ഇങ്ങനത്തെ കുറച്ച് വെക്കണം. പിന്നെ അതിൻ്റെ സൈഡിൽ, ഇവിടെയല്ല, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ചിങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. അത് ഒരു ഡിസ്പെൻസർ ഇങ്ങനെ ഒരു 3 വെക്കണം, ഇങ്ങനൊരു 3 വെക്കണം, പിന്നെ ഇങ്ങനെയല്ല, ഇങ്ങനൊരു 3 വെക്കണം. ഓക്കെ, അതിന് ശേഷം സൈഡിലെ ചെറിയ ഗ്യാപ്സൊക്കെ നമുക്ക് സെൻറ്ററിലും സൈഡിലത്തെ 4 ഗ്യാപ്പിലും നമ്മൾ ഒബ്സിഡിയം വെക്കണം. അതിനുശേഷം ഈ റെഡ് സ്റ്റോൺ ഡസ്റ്റ് എങ്ങനെ വെച്ചാൽ നമ്മൾ ഡിസ്പെൻസർ തൊട്ട് പോകും. സോ നമ്മൾ ഫ്ലൈങ് നിർത്തി താഴെ വന്ന് സ്നീക്ക് ചെയ്യണം. സ്നീക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതങ്ങനെ ആവില്ല. അങ്ങനെ നമ്മൾ ഈ മൊത്തം ഡിസ്പെൻസറും നമ്മളങ്ങനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ഒരു സെൻറ്ററിലായിട്ട് ഒരു ബട്ടൺ വെക്കാം. നമുക്ക് ആ ബട്ടൺ വെക്കാം. വർക്കാവുണ്ടോ നോക്കാം ബട്ടൺ. ഓക്കെ, എല്ലാത്തിലും പവർ കൊണ്ട് ഓക്കെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മൊത്തം വെള്ളം വെച്ച് നിറയ്ക്കണം. അപ്പോൾ വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്ത് അതിനുശേഷം ഇനി നമ്മൾ ഈ ഡിസ്പെൻസറിൻ്റെ ഉള്ളിലെല്ലാം TNT വെക്കണം. ഞാൻ ഒരു ഡിസ്പെൻസറിൽ ഒരു 16 വെച്ചിട്ട് വെക്കുന്നത്. എല്ലാം വെക്കട്ടെ. ഒരു ഡിസ്പെൻസറിൽ ഒരു 16 മതിയാവും. ജസ്റ്റ് ഒരു 16 വയ്ക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വയ്ക്കാം. ഞാനൊരു സ്റ്റാക്കിന് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 16 ആക്കിയതാണ്. ഒരു സ്റ്റാക്കല്ല, 2-3 സ്റ്റാക്ക് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് 16 ആക്കിയതാണ്. അതിനുശേഷം നമ്മളങ്ങനെ ഡിസ്പെൻസർ എടുക്കുക, വയ്ക്കുക, അങ്ങനെ മൊത്തം ചെയ്യുക. ശേഷം അതിൻ്റെ TNT കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിലൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റാണെങ്കിൽ നമുക്കൊന്ന് സർവൈവലാക്കാം. ഓക്കെ, നമ്മൾ സർവൈവലാക്കി. ഇനി നമുക്ക് നേരെ ലോഞ്ച് ചെയ്യാം. ഓക്കെ, വാട്ടർ ബക്കറ്റ് കയ്യിൽ വയ്ക്കാം. നമുക്ക് വാട്ടർ ബക്കറ്റ് MLG ചെയ്യാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ചെയ്തു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.